ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി ഒരിക്കലും ഇങ്ങനെയുള്ളൊരു ചോദ്യം ഞാൻ അമ്മയോട് ചോദിക്കില്ല. ഈ കൃഷ്ണയ്ക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ മാത്രം. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവരുത്. അത് തന്റെ മിടുക്ക് പോലെ ഇരിക്കും. ആ, ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് സ്വിച്ച് ഓൺ ചെയ്യുന്ന ലീവർ എല്ലാവരും വന്നും തൊട്ടു നോക്കാൻ സാധ്യതയുണ്ട്. അവർക്കാർക്കെങ്കിലും ഷോക്ക് അനുഭവപ്പെട്ട പിന്നെ അവർ ആ ചടങ്ങ് തന്നെ മാറ്റും. അത് സംഭവിച്ചുകൂടാ. ഗാഥയ്ക്ക് മാത്രമേ ഷോക്ക് അടിക്കാൻ പാടുള്ളൂ. അതിനൊരു മാർഗമുണ്ട് മാഡം. എല്ലാവരും ചെക്ക് ചെയ്യുന്ന സമയത്ത് സാധാരണ പോലെ ലിവറിലേക്ക് കണക്ഷൻ കൊടുക്കാം. ഉദ്ഘാടനത്തിന് അവർ എഴുന്നേറ്റ് വരുമ്പോൾ വേറൊരു കണക്ഷനിൽ നിന്ന് ഞാൻ ഷോക്ക് കൊടുക്കാം. ആ മതി. സ്വന്തം കുടുംബത്തില് ഇങ്ങനൊരു അതിക്രമം കാണിക്കണമെന്ന് കരുതിയിട്ടല്ല കേട്ടോ. നവീന്റെ അമ്മയ്ക്ക് വേണ്ടിയാ. ഗാഥ നവീനെ വിവാഹം കഴിച്ച നവീന് പടുമരണമാണെന്നാ ജോത്സ്യം പറഞ്ഞിരിക്കുന്നത്. അതെ അതെ, നവീനാണെങ്കിൽ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നുമില്ല. അപ്പൊ പിന്നെ ഞങ്ങള് കുടുംബക്കാർക്ക് ഇങ്ങനൊരു കാര്യമല്ലേ ചെയ്യാൻ പറ്റും. നവീന്റെ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ ഇതറിയാം. ആഹാ, അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണോ? സാറിന്റെ ജീവന്റെ കാര്യമല്ലേ, പിന്നെന്ത് നോക്കാനാ? ഞാൻ ഏറ്റു. നമ്മൾ കണ്ടതും താൻ ചെയ്യുന്നതും ഒക്കെ രഹസ്യമായിരിക്കണം. ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളോട് പോലും പറയരുത്. ഓക്കെ മാഡം. തങ്കം ഇതൊന്ന് നോക്കി. ഇത് സിത്താര മേഡമാണ്. ഇവരെ എനിക്കറിയാം. സിത്താര മേഡത്തിന്റെ കൂടെ നിൽക്കുന്നത് തങ്കം തന്നെയല്ലേ? ഈ ഫോട്ടോയുടെ രഹസ്യം എന്താണെന്ന് തങ്കം എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാനിത് കൃഷ്ണയെ കാണിക്കും. അമ്മേ, അമ്മേ, മമ്മി. എന്തുപറ്റി? കൈയൊന്നും വാഷ് ചെയ്യുന്നില്ലേ? അതിന് ഞാനിന്ന് ഭക്ഷണം കൈകൊണ്ട് വാരി കഴിക്കുന്നില്ലല്ലോ. പിന്നെ ഇന്ന് മമ്മി എനിക്ക് വാരി തന്നാ മതി. അതെന്താ പെട്ടെന്ന് അങ്ങനൊരു തോന്നൽ? ഇനി ഞാൻ ഒരുപാട് നാൾ ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഞാൻ വേറൊരിടത്തേക്ക് പോവല്ലേ. അപ്പൊ പിന്നെ മമ്മി ആഗ്രഹിച്ചാലും എനിക്ക് വാരിത്തരാൻ പറ്റില്ലല്ലോ. ഞാൻ പോകുന്നതിന് മുൻപ് മമ്മിയുടെ ആഗ്രഹങ്ങളൊക്കെ തീർത്തോ. മോളെ, നീ അമ്മയെ വിട്ടു പോവോ മോളെ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഏയ് ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. നോക്കിയേ, നേരത്തെ ഞാനൊരു കാര്യം അമ്മയോട് ചോദിച്ചു. അതിനമ്മയ്ക്ക് മറുപടി പറയാനില്ലെങ്കില് ഞാനത് അവിടെ വെച്ച് അവസാനിപ്പിച്ചു. അതിന്റെ പേരില് അമ്മ പിണങ്ങി കിടക്കോ സങ്കടപ്പെടോ ഒന്നും വേണ്ട. ഈ അച്ഛനില്ലാത്ത കുട്ടികളുടെ ഒരു ശീലമല്ലേ അമ്മേ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടാല് അതെന്റെ അച്ഛനാണോ എന്ന് ചോദിക്കുന്നേ. അങ്ങനെ ചോദിച്ചു പോയതാ ഞാൻ. എനിക്കെന്റെ അമ്മ മാത്രം മതി. നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്താ മമ്മി? മോൾ അങ്ങനെയൊന്നും പറയരുത്. കേൾക്കുമ്പോ എനിക്കെന്തോ. അതാണോ? ശരി മമ്മി, നമ്മൾ തമ്മിൽ പിരിയുന്ന കാര്യം ഇനി ഞാൻ പറയുന്നേയില്ല. അല്ലെങ്കിലും നമ്മൾ തമ്മിൽ എങ്ങനെ പിരിയാനാ? ചത്തുപോയാ പോലും നമ്മൾ പിരിയില്ല. എനിക്ക് വിശക്കുന്നു, ഫുഡ് താ. ഇന്ന്
അമ്മ മോൾക്ക് വയറ് തരട്ടെ. ഇതെന്തു പറ്റി? ഹേയ്, ഒന്നുമില്ല. അമ്മയ്ക്ക് അങ്ങനെ തോന്നി. ഇങ്ങനെ വാരിത്തരാൻ നിന്റെ മുന്നിലിരിക്കുമ്പോ നീ ആ പഴയ കൊച്ചു കുഞ്ഞായിട്ടാ അമ്മയ്ക്ക് തോന്നുന്നേ. ക്ഷമിക്കണം അമ്മേ. ഇനി ഒരിക്കലും ഇങ്ങനെയുള്ളൊരു ചോദ്യം ഞാൻ അമ്മയോട് ചോദിക്കില്ല. ഈ കൃഷ്ണയ്ക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ മാത്രം. ആരാമേ? ആ ഇലക്ട്രീഷ്യനാ. ഹലോ മാഡം, ഞാനിപ്പോ ഫാക്ടറിയിലെ ഇലക്ട്രിക്കൽ റൂമിലുണ്ട്. മാഡം പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഉദ്ഘാടന സമയത്ത് കൃത്യമായി ഷോക്ക് അടിക്കുമല്ലോ അല്ലേ? അവൾ പിന്നെ ജീവനോടെ കാണരുത്. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ കൃത്യമായി ചെയ്തിരിക്കും മാഡം. സൂക്ഷിക്കണം. ആരെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യാൻ വന്നെന്നിരിക്കും. അവരൊക്കെ മറ്റുള്ള കാര്യങ്ങളെ നോക്കുള്ളൂ മാഡം. എന്റെ ഏരിയയിലേക്ക് ആരും വരില്ല. ആ മാണിക്കുഞ്ഞെന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. മറ്റുള്ളവര് കാണാത്തതൊക്കെ അയാള് കാണും. അയാളെ സൂക്ഷിക്കണം. ഞാൻ നോക്കിക്കോളാം മാഡം. താൻ ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിക്കഴിഞ്ഞാ ആ ഏരിയയിലേക്ക് ആരെങ്കിലും വന്ന് എന്തെങ്കിലും കണ്ടുപിടിച്ചാ അത് പ്രശ്നമാവും. ഇല്ല മാഡം, ഞാൻ എന്റെ അസിസ്റ്റൻസിനെ പോലും ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. ഒരു കാരണവശാലും ഈ വിവരങ്ങൾ പുറത്തു പോകാണ്ടിരിക്കാൻ. മിടുക്കൻ. അപ്പോ നാളെ രാവിലെ ഉദ്ഘാടന സമയത്ത് കാണാം. ആ, ഓക്കെ മാഡം.